ഹായ്. അപ്പം ക്യാബ് ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്ന് സംഭവിച്ചത് നമുക്ക് ശരിക്കും പെട്ടെന്ന് നോക്കാം. എന്താ സംഭവിച്ചത്? മാർക്കറ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്തു, ശരിയല്ലേ? ഓപ്പൺ ചെയ്തപ്പോഴും ഇത് ഒരു സ്ട്രിക്റ്റ് പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ കണ്ടത്. സ്ട്രിക്റ്റ് പ്രൈസ് ആക്ഷൻ. ഞാൻ ഇന്നത്തെ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാം കറക്റ്റായിട്ട്. ഞാൻ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 9:17 ആയപ്പോൾ ഞാനൊരു PE കോള് തന്നു. 12,500 ഒരു കോള് തന്നായിരുന്നു, ശരിയല്ലേ? ഞാൻ ആ കോള് തരേണ്ട കാര്യം എന്തുകൊണ്ട് തന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ? ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, നേരെ താഴോട്ട് വന്നു. ഇവിടെ വരെ വന്നപ്പം ആണ് ഞാൻ ഈ കോള് തന്നത്. ഇവിടെ വരെ വന്ന് നേരെ തിരിച്ചു പോയി. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കോള് തന്നത്. പിന്നെ ഇത് ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ വന്നു. പിന്നെ നല്ല 2 ക്യാൻഡിൽ കിട്ടി. ഇവിടെ നമ്മൾ ക്ലോസ്, കാരണം നമ്മുടെ സപ്പോർട്ട് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് ഏകദേശം 25 പോയിന്റ് നമുക്ക് ഇവിടുന്ന് ഈ ഒറ്റ ട്രേഡിൽ നമുക്ക് കിട്ടി. ഈ ട്രേഡ് തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്യാൻഡിൽ കണ്ടോ? ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാൻഡിലിന്റെ പേര് മർബോസ് എന്നാണ്. മർബോസ്, അതായത് ഇത് ബെയറിഷ് മർബോസ്. അതായത് ഇതൊരു ഫുൾ ബോഡിയാണ്. ഇതിന് വിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ സ്ട്രെങ്ത്, ഒരു ഫുൾ ബോഡിയാണ്. ഇങ്ങനെയുള്ള ക്യാൻഡിലുകൾക്ക് പറയുന്ന പേരാണ് മർബോസ്. ഇത് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് മർബോസ്. ഇതിപ്പോൾ റെഡ് ആയതുകൊണ്ട് ബെയറിഷ് മർബോസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്ന അതിൻ്റെ അർത്ഥം അടുത്ത ഫർദർ മൂവ്മെന്റ് താഴോട്ട് തന്നെ ആയിരിക്കും എന്നാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലൊരു സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ കോൾ എടുത്തത്, ഈ ഒരു മർബോസ്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് 25 പോയിന്റ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ ഈ ഒറ്റ ട്രേഡ് കൊണ്ട് തന്നെ വേണം നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ചെറുതായിട്ട് മേലോട്ട് പോയി. ഇവിടുന്ന് ഞാനൊരു കോൾ എടുത്തായിരുന്നു, പക്ഷെ ഞാനത് കോൾ കൊടുത്തില്ല, സ്വന്തമായിട്ട് എടുത്തതാണ്. ഇതും വേണം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഒരു കറക്റ്റ് ഒരു കോൾ ഉണ്ട്, സപ്പോർട്ട് എടുത്ത് ഇവിടെ ഒരു കറക്റ്റ് കോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആസ് പെർ പ്രൈസ് ആക്ഷൻ. ഇവിടെ ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വീണു. ഈ ക്യാൻഡിലിന്റെ മുകളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്, ഇല്ലേ? അടുത്ത ക്യാൻഡിൽ ഇതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. ഒരു 3 കൺഫർമേഷൻ കിട്ടി. ഇത് നമുക്ക് ഇവിടെ എന്താ ഒരു ഇൻഡിസിഷനാണ്. കാരണം താഴെ മുകളിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, എങ്കിലും ഈ ലൈനിന്റെ മുകളിൽ ഗ്രീൻ ക്ലോസ് ചെയ്തു. അടുത്തൊരു ക്യാൻഡിലും വന്നു, അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും പിന്നെ ഇവിടെ നിന്ന് ബൈയിങ് പ്രഷർ വന്നു. ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്തു? ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ട് ആ കോൾ എടുത്തു എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് നടന്നു, കണ്ടായിരുന്നോ നിങ്ങൾ? ഇവിടെ നേരെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് താഴോട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് മേലോട്ട് പോയത്. മനസ്സിലായോ? അതായത് ഞാൻ ആ വര മാറ്റിക്കളയാം. ഇവിടെ റീടെസ്റ്റ് ആയിരുന്നു. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി, പിന്നെ ഒരു ക്യാൻഡിൽ അതിന്റെ മോളി ഫോം ചെയ്തു, പിന്നെ അടുത്ത ക്യാൻഡിൽ അതിന്റെ മോളി ഫോം ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തു, ഓൾറെഡി ഞാൻ ട്രേഡ് എടുത്തു ഇവിടെ. കാരണം എന്താ, ഈ 3 നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. 3 ഒന്നിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളവിടെ ഒരു ട്രേഡ് എടുത്തു. അതിനുശേഷം ഇതൊരു റീടെസ്റ്റ് വന്നു, കണ്ടോ? ഇവിടെ വന്ന് ഒരു റീടെസ്റ്റ് വന്നു. റീടെസ്റ്റിന് ശേഷം വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഞാൻ ഇവിടെ ഇറങ്ങി. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഇവിടെ ഞാൻ ഇറങ്ങി. എനിക്ക് ഏകദേശം ഒരു 12-13 പോയിന്റ് എനിക്ക് ഇവിടെ കിട്ടി. അതിനുശേഷം ഞാൻ ഇവിടെ ഇറങ്ങി. കാരണം എനിക്ക് അത്രയും മതിയായിരുന്നു. ഞാനൊരു ടാർഗറ്റ് വെച്ച് ഇറങ്ങി. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. പക്ഷെങ്കിൽ ഈ ഒരൊറ്റ ക്യാൻഡിലിൽ നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി കാണും. കാരണം നമ്മൾ സാധാരണ ഈ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനിപ്പം ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ സപ്പോർട്ടായിരിക്കും. ഈ സപ്പോർട്ട്, കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ല. അഥവാ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി കാണും. ഈ ട്രേഡിൽ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി കാണും. ഇതാണ് FISന്റെ ഒക്കെ മെയിൻ പരിപാടി. ഇതാണ് പെട്ടെന്ന് ഒരു സ്പൈക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കളയാന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ ഇറങ്ങിയോണ്ട് നമുക്ക് അതിനകത്തിൽ ഛേദമില്ല. എങ്കിൽ തന്നെ മാർക്കറ്റ്
ഈ സ്റ്റോപ്പ് ലോസ് ഇടാതെ കണ്ണുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നവർക്ക് ഇത് ഈ ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി കാണും. ഇവിടം വരെ. കാരണം ഇതൊരു ഫ്ലാഷ് ആയിരുന്നു. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി പറ്റ വരും. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഞാനതിനെ എന്താ വാദിക്കാനും വരുന്നില്ല. കാരണം ഞാനിവിടെ ഇറങ്ങിയോണ്ട് എനിക്ക് ടെൻഷനില്ല. അപ്പം ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്കുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ചെറിയ ചെറിയ സ്കാൽപ്പിങ്ങുകളൊക്കെ ചെയ്തു. അത് നമുക്ക് ഇതിനകത്ത് ബാധകമല്ല. പക്ഷെ നമുക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടിയ കോളാണ് ഓപ്പർച്യൂണിറ്റിയാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഈ മർബോസൂർ നമ്മൾ കോൾ എടുത്തു, നമുക്ക് ഇവിടം വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ആ 25 പോയിന്റ്, ഒരു ലോട്ട് 25 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് കിട്ടി. ഇന്തമണിയൊക്കെ ആണെങ്കിൽ 30 പോയിന്റ് ഒക്കെ കിട്ടി കാണും. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നാളെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് ശരിക്കും നോക്കാം. നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തോളെ. നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രോസ് ചെയ്ത് മേളിലാണ് ക്ലോസിങ് തന്നിരിക്കുന്നത്. ഓക്കെ, 525 ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ 525 ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ഫർദർ മൂവ് എന്ന് പറഞ്ഞാൽ 12570 ആണ്. 12570 ഇല്ല, ഇതാണൊരു ഹൈ. അപ്പം നാളെ ഈ ഹൈ കട്ട് ചെയ്താൽ നമുക്കൊരു സി ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഒരു സി ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇത് കട്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ഒരു സി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, മാർക്കറ്റ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് താഴെ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ ഞാൻ എപ്പോഴും പറയുന്നത്, മാർക്കറ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് തട്ടി തിരിച്ച് താഴോട്ട് വരും അല്ലേ? അല്ല, മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകും. ഇതാണ് രണ്ട് ഓപ്പർച്യൂണിറ്റി ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. ക്രോസ് ചെയ്ത് മേലോട്ട് പോയാലോ ക്രോസ് ചെയ്തായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം. ഈ സിനാരിയോയിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനാരിയോയിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രമേ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സി, താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പി. എന്തുവാണ് നമ്മുടെ ക്രൈറ്റീരിയ? 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഫുൾ ബോഡി നമുക്ക് അല്ലെങ്കിൽ 75% നമുക്ക് ക്ലോസിങ് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ, നെക്സ്റ്റ് ഡേ ആശംസിക്കുന്നു. എല്ലാവരും പ്രോഫിറ്റ് ആകട്ടെ. നമ്മളിന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, എങ്കിലും ഒന്നുകൂടെ ഞാനങ്ങ് പറയുകയാണ്. നമ്മൾ ഡീപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ 15 to 25% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ അന്ന് ട്രേഡ് നിർത്തണം. ഇന്ന് നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ എത്ര പേര് പാലിക്കണം നമുക്ക് കണ്ടറിയണം. ഓക്കെ, പ്രതിജ്ഞ പാലിക്കുന്നവരൊക്കെ ഇതിൻ്റെ അടിയിൽ കമന്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പം എന്താ നമ്മളെ പ്രതിജ്ഞ? 15 മുതൽ 25% വരെ നമ്മൾ ഒരു ട്രേഡ് എടുക്കാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന്റെ 15 മുതൽ 25% വരെ പ്രോഫിറ്റ് കിട്ടിയാൽ അന്ന് വീണ്ടും വേറെ ട്രേഡ് ഇല്ല. അഥവാ ലോസ് വരുവാണെങ്കിൽ 10% ലോസ്. 10% ലോസ് നമുക്ക് അന്ന് ട്രേഡ് എടുക്കത്തില്ല, അന്ന് ട്രേഡ് ഇല്ല. ഓക്കെ, ഇതാണ് തീരുമാനം. എത്ര പേര് പാലിക്കുന്നത് കണ്ടറിയണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, ബൈ.